പ്രഭാവതിയെ പറ്റിച്ച് കുറച്ച് രൂപയുണ്ടാക്കിയ സന്തോഷത്തില്ല നിങ്ങളുടെ അമ്മയും പെങ്ങളും. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടെന്ന് കരുതി നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ, എനിക്ക് ചായ മതി, നല്ല ചൂട് വേണം. ചായയും കാപ്പി മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? ഈ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. കാര്യം അവരെന്റെ അമ്മയും പെങ്ങളുവാ. അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാതെ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പോ പാറപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ രാജയോഗമല്ലേ. ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുക. ഇതെന്താ ഒരു കപ്പ്? എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടുനടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്. തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാടി. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞുടയ്ക്കാനായി നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും. ഹലോ, ഞാനാ ശേഖരൻകുട്ടി. എന്ത് വേണം? കമ്പനിന്ന് കാശ് വെട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു. മറ്റേ 3 ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു. പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ. പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കും. ശേഖരൻകുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ രൂപ തന്നേക്കാം. ഇനി എന്റെ കയ്യിൽ തന്ന പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യും, ദാക്ഷായണി അമ്മയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയാണ്. ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് സേഫ്. എന്താ മുഴിവാലായി? ആ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ കേസും പുക്കാറും ആവും. ചങ്കു, ചങ്കു, ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നത്? ഞാനിവിടെ ഉടനെ ഞാൻ ദാക്ഷായണിയമ്മയുടെ വീട് വരെ പോണം. ഇയാളിത് എവിടെ പോണത്? ദാക്ഷായണിയമ്മയുടെ വീട്ടിലേക്ക്. അയ്യോ, അതല്ല. ആ പ്രഭാവതി തന്ന 3 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന് വേഗം ആവട്ടെ. കാശ് അതെന്റെ ഉണ്ടല്ലോ അല്ലേ? ഇതല്ലേ എന്റെ ആഭരണങ്ങളല്ലേ? എന്ത് ചെയ്യാൻ പോവാ? എടീ, ഇത് നിനക്ക് സ്ത്രീധനം തന്നൊന്നുമല്ല. നിന്നെ ഈ വീട്ടിൽ കയറ്റിനെ എനിക്ക് പാരിതോഷം തന്നതാ. ഇതിൽ പകുതി എനിക്കാ. ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം. We are from Enforcement Department. ആരാ? എന്താ വേണ്ടേ? ഈ വീടും സെർച്ച് ചെയ്യണം. ഇവിടെ യാതൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നാഷണൽ എക്സ്പോർട്സിലെ ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്തായ ഒരു കംപ്ലൈന്റ്. അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. വിശാലം, നീ പറഞ്ഞ 3 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നീ പോലീസും പട്ടാളൊക്കെ ആർക്കാ കൊടുത്തത്? ദാക്ഷായണി അമ്മയ്ക്ക്. ഓപ്പറേഷൻ സക്സസ്. 3 ലക്ഷം ദാക്ഷായണിയമ്മയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്, പ്രൊസീഡ്. ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ശേഖരൻകുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. എന്തിനാ ഈ പണം ഇവിടെ തന്നത്? എന്റെ മോന് കിട്ടേണ്ട സ്ത്രീധന തുകയാ. സ്ത്രീധനം വാങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? ഇവരുടെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്ക്. മോനെ രഘു, നീ വന്നറിഞ്ഞ് ഇങ്ങോട്ട് പോന്നതാ. ഒത്തിരി തെറ്റ് ചെയ്തവളാ ഞാൻ. എന്നോട് പൊറുക്കണം. മക്കൾ രണ്ടാളും എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. മോളെ, ഇനി നിന്നെ ഞാൻ നുള്ളി നോവിക്ക പോലും ഇല്ല. ഞങ്ങൾ ഈ വഴി വയനാട്ടിലോട്ട് പോവാ. നിങ്ങൾ പോയാ പിന്നെ ഞാൻ കമ്പിയിൽ എണ്ണി നരകിക്കേണ്ടി വരും. ശ്രീധരൻ മേടിച്ച കുറ്റത്തിന് എന്റെ പേര് കേസെടുത്തിരിക്കുകയാണ്. നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. ടീച്ചറെ, എനിക്ക് മാപ്പ് തന്ന് എന്റെ പിള്ളേരെ എന്നോട് പറഞ്ഞയക്കണം.
രഘു, അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ? അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾ അവരോടൊപ്പം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാം. പക്ഷെ വീട്ടിൽ ചെന്നാലേ ഇവരുടെ വിധം ഇനിയും മാറും. അതെ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത കേസാ ഈ ശ്രീധന പ്രശ്നം. ഒരു 10 കൊല്ലം വരെ കഠിന തടവ് ഉറപ്പാ. മര്യാദക്കിരുന്നാൽ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടേ നിന്ന് അഴി എണ്ണേണ്ടി വരും. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല. ചെയ്താൽ ഗോതമ്പുണ്ട, അത്ര തന്നെ. എല്ലാം എടുത്തോണ്ട് പോയപ്പം ചിലർക്ക് സമാധാനായല്ലോ. സ്വയം വരുത്തി വെച്ച വിനയല്ലേ? ഇനി കേസ് നൂലാം മലയാളം വേറെ വരും. നീ എന്നെ പേടിപ്പെടുത്താണോ? ചില ഐശ്വര്യം കിട്ട എണ്ണങ്ങൾ വീട്ടിൽ കാലെടുത്ത് കുത്തിയാ ആ വീട് മുടിയും. ആരാടി ഐശ്വര്യം കിട്ടത്? ഞാനോ? ദേ, എന്നെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ഈ കുറച്ചു ദിവസമായി ഞങ്ങളെ തോളത്ത് കയറിയിരുന്ന് ചെവി കടിക്കാൻ തുടങ്ങിട്ട്. കൂടുതൽ വിളഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ. അതെ, കൊന്നുകളാരും മടിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കരുതി തന്നെ ജീവിക്കണത്. നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിലേ നീ എത്ര കരുതിയിരുന്നാലും ഇരു ചെവി അറിയാതെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്കറിയാം. എന്റെ മോനെ കൊണ്ട് നിന്നേക്കാൾ കഴിവുള്ള വലിയ ഇടത്തുനിന്ന് കെട്ടിക്കാനും എനിക്കറിയാം. ഇവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സ്ത്രീധനമായിട്ട് കുറെ എണ്ണി വാങ്ങിച്ചില്ലേ? അതിന്റെ നന്ദി എങ്കിലും കാണിച്ചൂടാ? എണ്ണി വാങ്ങിച്ചൊക്കെ എടുത്തോണ്ട് പോയില്ലേ? വീട്ടിൽ ചെന്ന് കുറച്ചുകൂടെ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് വിലച്ചാ മതി. എന്റെ വീട്ടിൽ നിരന്ന് മേടിച്ച കാശിന്റെ പലിശയും കൂടി ചേർത്താ നീയും നിന്റെ പണിയില്ലാത്ത ഭർത്താവ് 3 നേരം വെട്ടി വിഴുങ്ങി ഇവിടെ കഴിയണത്. അങ്ങനെ തന്നെയാണ് ഞാൻ കഴിയുന്നത്. നിന്റെയൊക്കെ ദുരഭിമാനത്തിന്റെ പേരിൽ എനിക്കുണ്ടായിരുന്ന മാന്യമായ ജോലി ഇല്ലാതാക്കി എന്നെ വീട്ടിലിരുത്തിട്ട് ആരെങ്കിലും സത്യം തുറന്നു പറയുമ്പോ നിനക്ക് നിന്റെ തള്ളക്ക് സഹിക്കണില്ലല്ലേ? നിനക്ക് എന്താ അർഹതയുണ്ടോ എന്റെ മോളെ അടിക്കാൻ? ഞാനുള്ള ഭർത്താവായതുകൊണ്ട്. ഓ, തന്നെയോടുള്ള ഒരു ഭർത്താവിന്റെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ കാരണത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ പണ്ടേ ഒതുങ്ങിയാണ്. അതിന് ഇനിയും സമയം വൈകിട്ടില്ല. എന്നെ എന്റെ മക്കളെയും ഭരിക്കാന്ന് ആരും കരുതണ്ട. നിങ്ങളുടെ മോളുടെ കൈ എന്റെ കരണത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാനതിന് പകരം ചോദിക്കും. നോക്കിക്കോ. സ്ത്രീധനം മേടിച്ച കുറ്റത്തിന് ദാശായണിയമ്മ കോടതി വരാണ്ട് നിരങ്ങി നടക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളും നടക്കും. ഇവിടുന്ന് പിടിച്ചെടുത്ത സ്വർണം മുഴുവൻ എന്നെ പീഡിപ്പിച്ച് വാങ്ങിയതാണെന്ന് കോടതിയിൽ ഞാൻ മൊഴി കൊടുത്തു. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ കമ്പനി എണ്ണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് തന്നെയാ. ശിക്ഷയ്ക്കും മേളം ഉണ്ടാവില്ല. എന്റെ ഈ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഞാൻ കമ്പനി എണ്ണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് തന്നെയാ. ശിക്ഷയ്ക്ക് ഇളവുണ്ടാകില്ല. മോളെ രേഖേ, രേഖേ, മോളെ രേഖേ. അയ്യോ രേഖേ, അയ്യോ രേഖേ. അയ്യോ, എന്താ? എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടം. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിത്താ, ആവി പിടിക്കണം. ഇറങ്ങി വരാല്ലേ? അവക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ആർക്ക് എന്താ സംഭവിച്ചത്? അതെ,
പ്രേമേന്ദ്രൻ കണ്ടതുകൊണ്ട് ഇവിടെ ആർക്കൊന്നും സംഭവിച്ചില്ല. കൊല്ലാൻ വേണ്ടിയാണല്ലേ കള്ളസ്നേഹം കാണിച്ചുകൊണ്ട് എന്റെ ഭാര്യ വിളിച്ചത്. ശാലും